എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അറങ്കാഴ്സ് അവറ്റകളാണെങ്കിൽ ഇപ്പോൾ ആ കാറക്കുറ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇച്ചിഗോ ആ ടീമിനെ തകർക്കുക, അതുപോലെ തന്നെ ഹ്യൂമൻസിന്റെ എല്ലാ സോളിനെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ക്യാപ്റ്റൻസ് അവർ ഓരോരുത്തരായിട്ട് ഈ പാറങ്കാഴ്സ് ആ കാറക്കുറ സിറ്റിയിൽ എത്തിയത് സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ഹീറോ ഇച്ചിഗോ ആ കാര്യം റുക്കയോട് പറയും. ഉടനെ റുക്കയും അവരെ സെൻസ് ചെയ്ത് അവളുടെ ആ ഒരു ഡിവൈസ് ഓപ്പൺ ചെയ്യും. അതിലൂടെ അവൾ മനസ്സിലാക്കും ഇത്തവണ 6 അറങ്കാഴ്സ് ആണ് കാറക്കൂറ സിറ്റിയിലേക്ക് എത്തിയതെന്ന്. മാത്രമല്ല അവരുടെ സ്പ്ലിറ്റ് പ്രഷർ അത് വളരെയധികം കൂടുതലാണ്. റുക്കിയയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇത്തവണ അവരുടെ ലക്ഷ്യം നീയും നിന്റെ ഫ്രണ്ട്സുമാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല നിന്റെ ഫാമിലിയെയും അവർ നോട്ട് വിട്ടിട്ടുണ്ട്. അത് കേട്ട് ഹീറോയുടെ പേടി അതങ്ങനെ ഇരട്ടിയാവുകയാണ്. ഹീറോയ്ക്ക് ഒരിക്കലും അവൻ എന്തെങ്കിലും സംഭവിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ ഒരുപാട് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അവന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. റുക്കിയാണെങ്കിൽ ക്ലിയർ ആയിട്ട് പറയും നമ്മളുടെ ഓരോ മൊമെന്റും വളരെ ശ്രദ്ധിച്ചു വേണം. കറക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തി നമ്മളെല്ലാ ക്യാപ്റ്റൻസ്മാരും ചേർന്ന് വേണം അവരെ ലോക്ക് ചെയ്യാൻ. അതല്ല എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും നിന്റെ ഫാമിലിക്കും ഇവിടെയുള്ള ഒരുപാട് മനുഷ്യർക്കും അവരുടെ ജീവനും സോളും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. റുക്കിയാണെങ്കിൽ വീണ്ടും ഓരോ അലങ്കാസിന്റെ മൂവ്മെന്റ്സ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യും. അതിനുശേഷം ഇച്ചിഗോട് പറയും നമുക്ക് എത്രയും വേഗം മുടിയന്റെ അടുത്തേക്ക് എത്തണം. അവനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പൊ അലങ്കാസ് പോകുന്നത്. അവരുടെ സ്പ്ലിറ്റ് പ്രഷർ അത് മുടിയന്റെ നേർക്കാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവൻ ഞൊടിയിടയിൽ അവന്റെ സോൾ റിപ്പർ ഫോമിലേക്ക് മാറി റുക്കിയായിട്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോൾ റിപ്പർ ക്യാപ്റ്റൻസ് അവരും അവരുടെ സോൾ റിപ്പർ ഫോമിലേക്ക് മാറി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് 2 അറങ്കാർസ് അവറ്റകളാണെങ്കിൽ അവരുടെ മുൻപിലേക്ക് വരികയാണ്. ചുന്ദരിപ്പെണ്ണ് ക്യാപ്റ്റനും തോഷിറോയും അവർ രണ്ടുപേരും ആ അലങ്കാസിനെ കണ്ട് ഷോക്കാവും. കാരണം ആ ഹോളോസിനെ കാണാൻ ശരിക്കും മനുഷ്യരെ പോലെ തന്നെയുണ്ട്. മാത്രമല്ല അവരുടെ കയ്യിൽ സോൾ റിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് പോലുള്ള സമ്പത്തും ഉണ്ട്. തോഷിറോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിലൊരു അലങ്കാർ അതങ്ങനെ പാഞ്ഞു വന്ന് തോഷിറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. തോഷിറോയ്ക്കാണെങ്കിൽ ആ ഒരു അലങ്കാർ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു നിസ്സാരക്കാരനായ അലങ്കാർ അല്ല എന്ന്. അത് മാത്രമല്ല ആ അലങ്കാർ അത് ഇതിനു മുൻപും ഒരുപാട് സോൾ റിപ്പേഴ്സിനെ കൊന്നിട്ടുണ്ട്. അതതിൻ്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ തോഷിറോയെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. തോഷിറയും വിട്ടുകൊടുക്കാതെ അവന് ചുറ്റും ഒരു കവചം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോ ആ അലങ്കാരമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മുടിയനെ കാണിക്കും. അവന്റെ ബോഡിയിലും ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. സോ അവൻ അങ്ങനെ ആ പരിക്കുകളൊക്കെയായി ഒരുപാട് വേദനയിലിരിക്കുമ്പോഴായിരിക്കും ചില സ്പ്ലിറ്റ് പ്രഷേഴ്സ് അവന് അനുഭവപ്പെടാനായിട്ട് തുടങ്ങുക. അതൊരു അലങ്കാറിന്റെ പ്രഷറാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ മുടിയൻ അവൻ പുറത്തേക്ക് ഓടിയെത്തും. അടുത്ത നിമിഷം ഒരലങ്കാർ അതങ്ങനെ മുടിയന് നേരെ കുതിച്ച് പാഞ്ഞു വരികയാണ്. അതവന്റെ ക്ലോസ് തന്നെ താമസം നമ്മുടെ ഇച്ചിഗോ അവൻ ആ ഹോലോ അലങ്കാറിനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. ഇച്ചിഗോയെ കണ്ട അലങ്കാർ അതിപ്പോ ഭയങ്കര സന്തോഷത്തിൽ അവനെ തന്നെ നോക്കുകയാണ്. കാരണം അവരുടെ മെയിൻ സസ്പെക്ട് അത് ഇച്ചിഗോ ആണ്. മുടിയനാണെങ്കിൽ ഇച്ചിഗോയെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവും. കാരണം കറക്റ്റ് സമയത്ത് ഇച്ചിഗോ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അലങ്കാർ അവന്റെ കഥ കഴിച്ചേനെ. അവനാണെങ്കിൽ പേടിയോട് കൂടെ ആ അലങ്കാറിനെ നോക്കുകയാണ്. ആ അലങ്കാറിനെ കാണുമ്പോൾ ലാസ്റ്റ് ടൈം അവൻ ഫൈറ്റ് ചെയ്ത അലങ്കാർ മോൺസ്റ്ററിനെ കുറിച്ച് ആലോചിക്കും. ഇച്ചിഗോ ആണെങ്കിൽ മുടിയനോട് നിലവിളിച്ച് പറയും നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഇനി ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. പക്ഷെ മുടിയനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് മനസ്സ് വരില്ല. ഹീറോയെ സഹായിക്കാനുള്ള മനസ്സിൽ അവൻ അവിടെ തന്നെ നിൽക്കും. അവനാണെങ്കിൽ ആ കാര്യം ഇപ്പൊ ഇച്ചിഗോട് പറയാണ്. പക്ഷെ ഇച്ചിഗോ അവൻ അടിച്ചു പറയും ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. എനിക്ക് ആവശ്യമുള്ള നിന്റെ സഹായം അത് മറ്റൊന്നുമല്ല, നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുക എന്നതാണ്. ഒരുപാട് വിഷമത്തില് മുടിയൻ അവനാണെങ്കിൽ ഇച്ചിഗോയെ സഹായിക്കാൻ കഴിയാത്ത വിഷമത്തിൽ അവിടുന്ന് കടന്നു പോകും. അപ്പൊ ലോങ് ഷോട്ടില് റുക്കിയ അവൾ ഈ കാഴ്ച കണ്ട് ഒരുപാട് ഡിസപ്പോയിന്റഡ് ആവുകയാണ്. മുടിയന്റെ ഫീലിങ്സ് അത് കറക്റ്റ് ആയിട്ട് അവൾക്ക് കണക്റ്റ് ആവും. റുക്കിയ ആണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയുടെ അടുത്തേക്ക് വന്ന് പറയും സത്യത്തിൽ നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അവന് നിന്നോടൊപ്പം നിന്ന് നിന്നെ സഹായിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. നിനക്കൊരു അപകടം വരുമ്പോൾ അവൻ നിന്നോട് ചേർന്ന് നിൽക്കണ്ടേ? അതിനുള്ള അവകാശം അവനുണ്ട്. എങ്കിലും മാത്രമേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അതുണ്ടാവൂ. നീ ഇന്ന് മുടിയനെ മാനസികമായിട്ട് തകർത്തു. സോ തീർച്ചയായിട്ടും നീ അവനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് റുക്കിയ അവളും സോൾ റിപ്പർ ഫോമിലേക്ക്
അങ്ങനെ ചേഞ്ചായി സമ്പത്തു കയ്യിലെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. റുക്കിയയ്ക്കാണെങ്കിൽ വീണ്ടും അവളുടെ പവർ കിട്ടിയത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര അത്ഭുതം. അതിനവള് പറയും, ഈ ഹ്യൂമൻ വേൾഡിൽ വെച്ച് എനിക്ക് എൻ്റെ പവർ നഷ്ടപ്പെട്ടു. ഉറഹറ അത് റീഗെയിൻ ചെയ്ത് തരാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ആളെ കൊണ്ട് അത് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ തിരികെ സോൾ സൊസൈറ്റിയിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ പവർ റീഗെയിൻ ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഞാൻ പഴയതിനെ കഴിഞ്ഞ് പവർഫുൾ ആണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. അതേസമയം ആ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ നമ്മുടെ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് സ്ട്രെയിറ്റ് ആയിട്ട് റുക്കിയ അറ്റാക്ക് ചെയ്യാൻ അവൾക്ക് നേരെ പാഞ്ഞടുക്കും. അതിന് റുക്കിയ അവളുടെ സമ്പത്തു അതങ്ങനെ കറക്കി അച്ചരം പൊച്ചറം അവനെ ആഞ്ഞു വെട്ടി ഓൺ ദ സ്പോട്ട് കൊന്ന് തള്ളുകയാണ്. റുക്കിയയുടെ പവറും ആക്ഷനും അതൊക്കെ കണ്ട് നമ്മുടെ ചെക്കൻ അങ്ങനെ ഇംപ്രസ്ഡ് ആവും. മാത്രമല്ല 6 പേരിൽ ഒരു മോൺസ്റ്ററിനെ നമ്മുടെ റുക്കിയ അവൾ സിമ്പിളായിട്ട് കൊന്നു കളഞ്ഞിരിക്കുകയാണ്. റുക്കിയയ്ക്കാണെങ്കിൽ ഇപ്പൊ ലൂട്ടനന്റ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അവളെ ഒരു സോൾ റിപ്പർ റിയൽ മെമ്പറാക്കി കഴിഞ്ഞാൽ അവൾക്കും ഒരുപാട് റെസ്ക്യൂ മിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് കഴിയും. പക്ഷെ കുച്ചിക്കയാണെങ്കിൽ ഇതുവരെ അവൾക്ക് അതിനുള്ള അതോറിറ്റി അത് കൊടുത്തിട്ടില്ല. അവരങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന അതേസമയം ഇപ്പൊ വലിയൊരു പവർ റുക്കിയയും ഇച്ചിഗോയും സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ ആ ഒരു പവർ വരുന്ന ഭാഗത്തേക്ക് നോക്കും. അപ്പോൾ അവർ കാണും അവരുടെ എല്ലാവരുടെ നേതാവായ ആ പച്ചത്തലയൻ അവൻ അങ്ങനെ അവർക്ക് നേരെ വരികയാണ്. അവരുടെ പ്രൈം സസ്പെക്ട് അത് ഇച്ചിഗോ ആണ്. ഇച്ചിഗോയെ കൊല്ലുക എന്നതാണ് ഇപ്പൊ അവന്റെ ലക്ഷ്യം. അവൻ ആ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഇച്ചിഗോയോടും റുക്കിയോടും പറയും, നിന്നെ കൊല്ലാനാണ് ഇച്ചിഗോ ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ മാസ്റ്ററിന്റെ വിഷ് അതെനിക്ക് നിറവേറ്റിയേ പറ്റൂ. ഞാനും എൻ്റെ ടീമും ചേർന്ന് നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ റുക്കിയയ്ക്കാണെങ്കിൽ അവൻ്റെ പവർ സെൻസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ സാധാരണ ഒരു മോൺസ്റ്റർ അല്ല. അവൻ്റെ പവർ അത് വളരെ വളരെ കൂടുതലാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു ചോപ്പ് മുടിയൻ അരങ്കാർ മോൺസ്റ്റർ അവനാണെങ്കിൽ മൊട്ടയുടെയും ബാക്കി ചില സോൾ റിപ്പേഴ്സിന്റെയും മുൻപിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ ഫ്രണ്ട് അവനാണെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാൻ അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് അവൻ എന്തോ ബാഡായിട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങും. വല്ലാത്ത ഭയം തോന്നിയ അവനാണെങ്കിൽ ഇപ്പൊ സ്പീഡില് വീട് ലക്ഷ്യമാക്കി നടക്കും. അടുത്ത നിമിഷം ആ ചോപ്പ് മുടിയൻ അരങ്കാർ അവൻ ആ മൊട്ട സോൾ റീപ്പറിനെ അങ്ങനെ തൂക്കിയെടുത്ത് ഇച്ചിഗോടെ ഫ്രണ്ടിന് നേർക്ക് എറിയാണ്. മൊട്ട വന്ന് വീണ് നമ്മുടെ ഇച്ചിഗോടെ ഫ്രണ്ട് അവനങ്ങനെ അടിച്ച് താഴെ വീഴും. അവൻ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പിന്നില് വലിയൊരു മോൺസ്റ്റർ. അവൻ ആ മോൺസ്റ്ററെ കണ്ട് നിലവിളിക്കുകയാണ്. ഇവിടെ മൊട്ടയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവന്റെ തലയിലൂടെ ചോരയൊക്കെ ഒഴുകി അവൻ അങ്ങനെ നിൽക്കും. അവൻ ഇച്ചിഗോടെ ഫ്രണ്ടിനെ പിടിച്ചു വലിച്ച് അവനോട് മിണ്ടരുതെന്ന് പറഞ്ഞ് സ്ക്വാഡ് എടുത്ത് വീണ്ടും ആ അരങ്കാറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അതിന് അരങ്കാർ അതും അതിന്റെ ഫുൾ ഫോമില് അവന് നേരെ പാഞ്ഞു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.